ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണ്. ഒരുപാടായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. പിന്നെ എന്താ പറയുക, മഴയാണ്, പിന്നെ കുറേ സാഹചര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാനും പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും എൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും. പ്ലീസ് എനിക്ക് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് 7.5K സബ് ഉണ്ട്, പക്ഷേ വ്യൂസ് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനത് ഇൻട്രസ്റ്റ് എടുക്കാത്തതുകൊണ്ട് തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തെങ്കിൽ ഇപ്പോൾ എനിക്ക് ഞാൻ സക്സസ് ആയേനെ. അപ്പോൾ ഇനി എന്തായാലും മടി കൂടാതെ ഞാൻ എല്ലാ ദിവസവും ബിഗ് ബോസ് റിവ്യൂ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കറണ്ട് പോയതല്ല, ഞങ്ങൾക്കിപ്പോൾ വോൾട്ടേജ് ഹൈ ആയിട്ട് വന്നു. അപ്പോൾ TV ഓണാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ നമ്മുടെ ഷാനവാസ് ഒക്കെ വരുന്നവരെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അടുത്ത കണ്ടസ്റ്റൻസ് ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഫസ്റ്റ് നമ്മൾ ഒരു കോമണറാണ് വന്നത്. അജിത് ആൻ്റണി എന്ന് പറഞ്ഞിട്ടൊരു കോമണറാണ് വന്നത്. അത്യാവശ്യം സ്ത്രീ വിരുദ്ധനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീ വിരുദ്ധം എന്ന് പറയുമ്പോഴാണ് അങ്ങനെയുള്ളവർ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. നമുക്ക് ബിഗ് ബോസിൽ കാണാമല്ലേ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഓക്കെ, കാരണം സ്ത്രീ വിരുദ്ധം എന്ന് പറയാൻ എന്തിനെല്ലാവരും സ്ത്രീ വിരുദ്ധനാവണേ? ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ, അതും ഒരു പെണ്ണല്ലേ. അതുകൊണ്ടാണ് എനിക്കൊരു വിഷമം തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെയാണ്. സെക്കൻഡ് വന്ന അനുമോളാണ്. അനുമോൾ നമുക്കറിയാമല്ലോ, ഭയങ്കര അത്യാവശ്യം നമ്മൾ കുറച്ച് സ്മാർട്ടൊക്കെ ആയിട്ടൊരു പെങ്കൊച്ച്, ഓവർ സ്മാർട്ട് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അല്ലേ. പിന്നെ പാവമാണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള പാവം കുട്ടിയാണ്. അങ്ങനെ അനുമോൾ വന്നിട്ടുണ്ട്. അനുമോൾ നല്ല ഗ്ലാമറായിരുന്നു കേട്ടോ വരാൻ, കാണാനൊക്കെ നല്ല ലുക്കിൽ. പിന്നെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന്, നമ്മുടെ കോമണർ അജിത് ആൻ്റണി, അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ TV കാണുന്നതിനേക്കാൾ ഭംഗി കുറവാണ് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ മേ ബി ശരിയായിരിക്കും, എന്നാലും ഒരു മുഖത്ത് നോക്കി അങ്ങനെ ഒരു പെൺകുട്ടിയോട് പറയണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക്. ഓക്കെ, അടുത്ത് വന്ന് ആര്യൻ, ഒരു ആക്ടറാണ്. പെട്ടെന്ന് കണ്ടാൽ നല്ല നല്ല പൊളി ലുക്കാട്ടോ, നല്ല ഹിന്ദി. ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് ഇത് ഹിന്ദി ഹീറോയാണോ അങ്ങനെ തോന്നി. അപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ബിഗ് പ്രോജക്റ്റ് വരാൻ പോകുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കണ്ട നല്ല പൊളി ലുക്കാണ്. നല്ല ഹിന്ദി ബിഗ് ബോസിലൊക്കെ വരുന്നില്ല ആക്ടേഴ്സ്, അതുപോലെയുണ്ട്. അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഭംഗിയൊന്നുമല്ല കേട്ടോ, ആ ഒരു സ്റ്റൈലൊക്കെ നല്ലതായിരുന്നു. ഒരു പാവം പോലെ തോന്നി. അതുകൊണ്ട് സെൻബത് സരിക നമുക്കറിയാമല്ലോ, കോമഡിയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത്. അടിപൊളിയായിരുന്നു അവരുടെ എൻട്രിയൊക്കെ. വലിയ സാമർഥ്യമുള്ളവർ, നല്ല പാവമാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് ഒരു ബിൻസി, ഒരു യൂട്യൂബറാണ്. RJ ബിൻസിയാണ്. RJ നല്ലതാണ്, നല്ല സത്യസന്ധ, നല്ല സ്മാർട്ടായിട്ടൊരു പെൺകുട്ടിയാണ്. അടിപൊളിയാണ്. നമുക്ക് നോക്കാം അപ്പോൾ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്. പിന്നെ ഉള്ളത് ബിന്നി സ്റ്റീഫനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ എന്താണ് ഗീതാ ഗോവിന്ദത്തിന് നമ്മുടെ ഗീതു. ഇഷ്ടപ്പെടാത്ത ആരുമില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്ക് പാവമാണ്. ഭയങ്കര ഒരു ഡോക്ടറാണ്, MBBS പഠിച്ചൊരു കുട്ടിയാണ്. നല്ല രസമുണ്ട്. അവളുടെ എൻട്രി അടിപൊളിയായിരുന്നു. ഡ്രസ്സിങ് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഒരു ആക്ടറാണ്. എനിക്ക് ആ ആക്ടറിൻ്റെ പേര് മനസ്സിലായില്ല കേട്ടോ. അപ്പം പിന്നെ വന്നത് അതിന് മുൻപ് വന്നിട്ട് സിംഗർ അക്ബർ, നമ്മുടെ ഏഷ്യാനെറ്റിലൊക്കെ ഗുരുകുലം ടീമിൻ്റെ ആളായിരുന്നു. അപ്പോൾ അക്ബർ നല്ല സിംഗറാണ്, അടിപൊളിയായിരുന്നു. അതിന് നിക്കാഹൊക്കെ കഴിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വന്നൊരു ആക്ടർ, ഞാൻ പറഞ്ഞു എനിക്ക് പേര് മനസ്സിലായില്ല, ഞാൻ നാളെ ഇടാം കേട്ടോ അതിൻ്റെ കറക്റ്റ് വീഡിയോ. പിന്നെ നമ്മുടെ മുൻഷിയിലെ ആ ചേട്ടൻ നല്ല ലുക്കാണ്. ആ മുൻഷിയിലെ പോലെയൊന്നും അല്ല, നല്ല നല്ല ജിമ്മാണ്, അടിപൊളിയാണ്, നല്ല ലുക്കിലാണ് വന്നത്. അപ്പോൾ മുൻഷി ചേട്ടൻ. പിന്നെ വന്നത് ഒരു മോഡൽ ജിസ, അങ്ങനെ എന്താണ് സ്റ്റാർട്ടിങ് നെയിമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കത് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം. പക്ഷെ ഞാൻ ഹിന്ദി ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഹിന്ദി ബിഗ് ബോസ് അങ്ങനെ കാണാറൊന്നുമില്ല. നമ്മൾ ഈ ഷോർട്സൊക്കെ നമ്മുടെ മൊബൈലിലൊക്കെ വരില്ലേ, അതായിരുന്നു കാണുന്നത്. എങ്ങനെയായാലും അവൾ നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമല്ല, മോഡൽസ് എങ്ങനെ ഉണ്ടാവും, മെയിനായിട്ട് ഹിന്ദി മോഡൽസൊക്കെ പ്രത്യേകത ടൈപ്പായിരിക്കുമല്ലോ. പക്ഷെ കണ്ടാൽ മലയാളിയാണെന്ന് പറയില്ല, പക്ഷെ മലയാളിയാണ്. അമ്മ മലയാളിയാണ്, അപ്പൻ പഞ്ചാബിയാണ്. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ ഉള്ളത് ആങ്കർ, നമ്മുടെ ഈ കുറേ രേണുസുതിയിലൊക്കെ വിവാദമൊക്കെ സൃഷ്ടിച്ച് ശാരിക എന്ന് പറഞ്ഞിട്ടൊരു ആങ്കർ. നല്ലതാണ്, എനിക്ക് ശാരിക ആങ്കറിനെ ഇഷ്ടമാണ്. കാരണം നമുക്ക് അവർ പേഴ്സണൽ ലൈഫ് ഇഷ്യൂസൊന്നും അറിയില്ല. കാരണം ആൾ എന്താ പറയുക, ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് ലൈഫിൽ സക്സസ് ആയ ഒരാളാണ്. അതുകൊണ്ട് എനിക്കൊരു ഇഷ്ടമുണ്ട് ശാരിക. പിന്നെ ഉള്ളത് നമ്മുടെ ഷാനവാസ്. എൻ്റെ അമ്മ ഏഷ്യാനെറ്റ് പണ്ടത്തെ സീരിയലിലെ നായകനായിരുന്നു. ഭയങ്കര അതുപോലെ ഫ്ലവേഴ്സിലാന്ന് തോന്നുന്നു ഒരു സീരിയലിൽ ഭയങ്കര ഹിറ്റായ ഒരു ആക്ടറായിരുന്നു ഷാനവാസ്. ഇക്കടെ എൻട്രി വരെ ഞാൻ കണ്ടു, എല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് കാണാം നാളെ മുതൽ നാളെ മുതൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അവരുടെ ഓരോ വോൾട്ടേജ് വന്നോ നോക്കിയതായിട്ട്. TVയുടെ വോൾട്ടേജ് ഉണ്ട്, ഹൈ വോൾട്ടേജാണ്. അപ്പോൾ TV ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിപ്പോയി. ഇത് നമുക്കിവിടെ ഞങ്ങളുടെ എന്ന് വെച്ചാൽ മഴയായി കഴിഞ്ഞാൽ കറണ്ട് പോകലാണ് എപ്പോഴും.
ഭാഗ്യം കൊണ്ട് ഈ വർഷം മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത്. അപ്പോൾ 2 ലൈനുണ്ട്, ഓപ്പോസിറ്റ് സൈഡ് ഒരു ലൈനുണ്ട്, ഈ ലൈനുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ലൈൻ കറണ്ട് പോകുമ്പോൾ ആ കറണ്ടും കൂടെ നമ്മുടെ ലൈനിലേക്ക് കയറി വരുമെന്ന് തോന്നുന്നു. കാരണം അപ്പോഴത്തേക്ക് എല്ലാം അങ്ങനെ ഓഫാവും. പിന്നെ നമ്മൾ പെട്ടെന്നായിട്ട് ഞങ്ങളെല്ലാവരും ഓഫാക്കും. അതാണ് സപ്പോസ് ഞങ്ങളുടെ ഈ ലൈൻ കറണ്ട് പോയെങ്കിൽ അവർക്ക് ഹൈ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ടി വി ഓഫാക്കിയിട്ടേക്കുന്നത്. ടി വി പോയാൽ വാങ്ങാൻ പൈസയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ ബിഗ് ബോസ് നാളെ മുതൽ എങ്ങനെയായിരിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു ഡിഫറൻറ്റ് ബിഗ് ബോസാണ്. എനിക്ക് തോന്നുന്നു ഹിന്ദി ബിഗ് ബോസിൽ നിന്നൊക്കെ കുറേയൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ സേഫ് ഗാർഡ്, പിന്നെ വെറുതെ പ്രിപ്പേർഡ് ആയി വന്ന് എനിക്കറിയില്ല, നമുക്കത് പോകുമ്പോഴേ അറിയാൻ പറ്റില്ല. എല്ലാവർക്കും 7ൻ്റെ പണി കിട്ടുമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു വല്ലാണ്ട് കരഞ്ഞാലൊക്കെ പിടിച്ച് പുറത്താക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ജെന്യുവനായിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവുമല്ലോ അല്ലേ. എന്തിലും നമുക്ക് നമ്മുടെ ഇഷ്ടമാണല്ലോ, പ്രേക്ഷകർ ഇഷ്ടപ്പെടുത്താനോ നോക്കാം. നമുക്കത് വെച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.